ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് പെസഹായുടെ ദിവസമാണ്. കർത്താവ് തമ്പുരാൻ ശിഷ്യന്മാരുമൊത്ത് പെസഹ ആചരിച്ച് തൻ്റെ ശരീരവും രക്തവും പകർന്നു കൊടുത്തിട്ട് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വരുന്നതുവരെ നിങ്ങൾ ഇപ്രകാരം എല്ലായ്പ്പോഴും ചെയ്യുവിൻ എന്ന് നിഷ്കർഷിച്ച ദിവസം. നമ്മളെല്ലാവരും വിശുദ്ധ കുർബാനയായി അതിനെ പിന്തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പെസഹ ആചരിക്കുന്നതിന് മുൻപായി തന്നെ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കർത്താവെ, എവിടെയാ പെസഹ ഒരുക്കണ്ടേ? തമ്പുരാൻ പറഞ്ഞ മറുപടി വളരെ ശ്രേഷ്ഠമാണ്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കെതിരായി ഒരു കുടം വെള്ളമായി ഒരു മനുഷ്യൻ വരും. അവൻ പോകുന്ന ഭവനത്തിൽ ചെല്ലുക, അവിടെ പറയുക, ഗുരുവിന് ശിഷ്യരുമൊത്ത് പെസഹ ആചരിക്കേണ്ടതിന് സ്ഥലമൊരുക്കാൻ. വിളിച്ചൊരുക്കിയതായ ഒരു മാളിക അവർ നിങ്ങൾക്കായി കാണിച്ചു തരും. അവിടെ നമുക്ക് പെസഹ ആചരിക്കാം. എത്ര കൃത്യമായ കണക്കുകൂട്ടലുകളാണ്! തച്ചനായിരുന്നുകൊണ്ടാകാം, കർത്താവിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം കൃത്യമാണ്. ഓശാന ദിവസം അവൻ പറയുന്നില്ലേ, കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരുവേൻ. അഴിക്കുന്ന സമയത്ത് അവിടെയുള്ളവർ പറയും, എന്തിനഴിക്കുന്നു? പറയണം, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. പത്രോസിനോടും പറഞ്ഞു, നീ കോഴി കൂകുന്നതിന് മുൻപ് 3 വട്ടം എന്നെ തള്ളിപ്പറയും. എല്ലാ കാര്യങ്ങളിലും കൃത്യമായ കണക്കും അളവുപോലുമുള്ള ഒരു മനുഷ്യൻ ഇന്ന് നമുക്കായി മുറിക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തിൻ്റെങ്കിലും കാര്യത്തിൽ കണക്കുകൂട്ടൽ ശരിയായിട്ടുണ്ടോ? കൃത്യമായ അളവ് നമുക്കുണ്ടോ? നമ്മുടെ നോമ്പിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയിട്ടില്ലേ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അളവ് തെറ്റിപ്പോയിട്ടില്ലേ? കുടുംബ ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ, സഹോദരി ബന്ധത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ, മക്കളോടുള്ള ബന്ധത്തിൻ്റെ, മാതാപിതാക്കളുമായ ബന്ധത്തിൻ്റെ, തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ, സമൂഹമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏതെങ്കിലും കണക്കുകൾ നമുക്ക് ശരിയായിട്ടുണ്ടോ? അളവുകളെല്ലാം തെറ്റിയ, കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയ നമ്മളെ കണക്കുകൂട്ടലുകളിൽ, അളവുകളിൽ കൃത്യമായ ശാഠ്യമുണ്ടായിരുന്ന കർത്താവ് തമ്പുരാൻ ചേർത്ത് പിടിക്കുന്നതിൻ്റെ വലിയ ദിവസമാണ് ഈ പെസഹ. അവൻ ഇപ്പോഴും വിശുദ്ധ കുർബാനയിലൂടെ നമ്മളെ ചേർത്ത് പിടിക്കുന്നു. ഇന്നേ ദിവസം നമുക്കെങ്ങനെ പ്രാർത്ഥിക്കാം? എൻ്റെ കർത്താവെ, ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അളവുകൾ പലതും തെറ്റിപ്പോയിട്ടുണ്ട്. നിനക്ക് ഈ കാര്യത്തിൽ കൃത്യമായ ശാഠ്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും നിൻ്റെ കൃപയാൽ ഞങ്ങളെ നീ ചേർത്ത് പിടിക്കുന്നതിനാൽ നിനക്ക് സ്തുതി. ആമീൻ.